നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരെയാണ്? മദർ ആൻഡ് മൈസെൽഫ്. ആദ്യം മദർ. മോളെ ആരാ? അമ്മ എന്നഴയ്ക്കാതെ ആരെയാണ്? വാവ്, എൻ്റെ പേരൻസ് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഉമ്മയാരെയാ? ആദ്യം എന്നെ സ്വാർത്ഥയോ? ആദ്യം ഞാൻ എന്നെ. സാറേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? വീണ്ടും സ്വാർത്ഥനായ ഒരു അധ്യാപകനെ കണ്ടു. ഓക്കെ, അവനവനെ എന്നുള്ളവരെല്ലാം ഒന്ന് കൈവക്കാവോ? ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്നെ തന്നെയാണ്. എല്ലാ സ്വാർത്ഥരെയും ഒന്ന് കാണട്ടെ, കൈവക്കാം. ഇത് രണ്ട് ഞാൻ എൻ്റെ നിങ്ങളെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക. ഗ്രൂപ്പ് ഫോട്ടോ. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിങ്ങളുടെ അച്ഛൻ ഇരിക്കട്ടെ, അമ്മ ഇരിക്കട്ടെ, സഹോദരങ്ങൾ ഇരിക്കട്ടെ, മക്കൾ ഇരിക്കട്ടെ, എല്ലാവരും ഇരിക്കട്ടെ, ഭർത്താവ് ഇരിക്കട്ടെ, ഭാര്യ ഇരിക്കട്ടെ. ഫോട്ടോ പ്രിന്റ് ചെയ്ത് കൈ വരുമ്പോൾ ആദ്യം ആരുടെ മുഖം നോക്കും? ആരുടെ മുഖം നോക്കും? ആരുടെ മുഖം നോക്കുമ്പോളെ? അതെന്താ അമ്മയുടെ മുഖം നോക്കാത്തേ? അതെന്താ മോനെ പേരൻസിന്റെ മുഖം ആദ്യം നോക്കാതെ സ്വന്തം മുഖം നോക്കുന്നേ? നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെ ആയിരിക്കണം. ഉമ്മ പറഞ്ഞത് കറക്റ്റാ. നമ്മളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയാലുള്ളൂ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ. നമ്മുടെ കഴിവുകളും കുറവുകളും മനസ്സിലാക്കി നമ്മളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണം. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയാൽ ഈ ലോകത്തെ തന്നെ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ മാത്രം സ്നേഹിച്ചാൽ അത് സ്വാർത്ഥതയാണ്. അത് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ് പലരുടെയും വലിയ പ്രശ്നം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാവരും ഒന്ന് മെല്ലെ എഴുന്നേക്കാവോ? നിങ്ങളെ തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചേ. എന്നിട്ട് ആ കൈ എടുത്തൊന്ന് കെട്ടിപ്പിടി എന്ന് വന്നാലും എല്ലാം ശരിയാകും. നിനക്ക് കഴിവുണ്ട്. എന്നിട്ട് പറഞ്ഞേ ഐ ലവ് മീ. പറഞ്ഞേ ഒരു സ്നേഹത്തോടെ പറ. കേൾക്കുന്നതിന് തോന്നണ്ടേ, നിങ്ങളുടെ മനസ്സിന് തോന്നണ്ടേ? ഐ ലവ് മീ പറഞ്ഞേ. എന്നിട്ട് ആ തോളലോട്ട് ഒറ്റ ഉമ്മ കൊടുത്തേ. കുളിച്ചോര് മാത്രം ഉമ്മ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ